പിന്നെ അവന് ക്ലാസ് തുടങ്ങുമ്പോൾ ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. ABCD അക്ഷരം അല്ലാതെ. പാഠപുസ്തകത്തിലുള്ളത് കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയാത്തൊരവസ്ഥാവിശേഷം പല പേരൻസും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇന്ന് പല പേരൻസും ഞങ്ങൾ കഴിഞ്ഞ 6 വർഷത്തിലെ ജേണിയിൽ ഒരുപാട് പേരൻസ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോഴ്സാണ് അൽബിഡോ പെൻസിൽ ഫൗണ്ടേഷൻ. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഒരുപാട് കുട്ടികൾക്ക് ഞങ്ങൾ ഈ കോഴ്സിലൂടെ ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കഴിഞ്ഞ ഉടനെയോ പേരൻസ് ഞങ്ങൾക്ക് അതിൻ്റെ ഫീഡ്ബാക്ക്സ് അയച്ചു തരാറുണ്ട്. ഇത് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളൊരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഞങ്ങൾക്ക് മൊത്തത്തിൽ വരുന്ന അൽബിഡോയുടെ ഫീഡ്ബാക്സിൻ്റെ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഡെയിലി ഒരുപാട് ഫീഡ്ബാക്സ് ഞങ്ങൾക്ക് വരാറുണ്ട്. അതിൽ കുറച്ച് ഫീഡ്ബാക്സ്, ഇന്ന് വന്നിട്ടുള്ള കുറച്ച് ഫീഡ്ബാക്സ് ഞാനൊന്ന് പ്ലേ ചെയ്യിപ്പിക്കാം. ഹലോ മാം, എഡ്മിൻ്റെ ക്ലാസ് കഴിഞ്ഞൊരു ക്ലാസ്സും കൂടെ ഇല്ല, 19 ക്ലാസ് ആയിട്ടുണ്ട്. നല്ല ക്ലാസ്സായിരുന്നു മാമിൻ്റെ. പിന്നെ അവന് ക്ലാസ് തുടങ്ങുമ്പോൾ ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. ABCD അക്ഷരം അല്ലാതെ ഒരു സെൻറ്റൻസ് 8ാം ക്ലാസ്സിലെത്തി, എന്നാലും ABCD അക്ഷരം അറിയുന്നതല്ലാതെ ഒരു സെൻറ്റൻസ് എഴുതാനോ സ്വന്തമായിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കി എഴുതാനോ വായിക്കാനോ ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. 8ാം ക്ലാസ്സിൽ എത്തിയിട്ടും ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് എഴുതാനും വായിക്കാനും അറിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ കൃത്യമായിട്ട് ആ ഫൗണ്ടേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഇനി ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ സബ്ജക്റ്റ് ഏതുമായിക്കോട്ടെ കൃത്യമായിട്ടുള്ള റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അൽബിഡോ പെൻസിൽ ഫൗണ്ടേഷൻ്റെ ബെസ്റ്റ് സൊല്യൂഷനാണ്. ഒരു 20 ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ കോഴ്സിനെ പറ്റി നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.